ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പിയർ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് അല്ലേ. ഒരു വീൽ, ആ വീലിൻ്റെ റേഡിയസ് ആർ ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്തിനോട് ഈക്വൽ ആവുന്നു? ആർ ഒമേഗയോട് ഈക്വൽ ആവുമ്പോൾ പിയർ റോളിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. പിയർ റോളിംഗ് സ്റ്റാർട്ട് ചെയ്യുക മാത്രമല്ല, അത് പെർസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് നോക്കാം. ഇതാ ഒരു വീലിൻ്റെ റേഡിയസ് ആർ. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയുന്നു ട്രാൻസ്ലേഷൻ ഓൺലി. അതായത് ഒരു വീൽ ട്രാൻസ്ലേഷണൽ മോഷൻ മാത്രം ചെയ്യുന്നു, നിരങ്ങിപ്പോകുന്നു, സ്ലൈഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, നിങ്ങൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി സേ VCM, അങ്ങനെയാണെങ്കിൽ അതിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും ഈ പോയിൻറ്റിൻ്റെ വെലോസിറ്റിയും VCM ആയിരിക്കും, ഈ പോയിൻറ്റിൻ്റെ വെലോസിറ്റിയും VCM ആയിരിക്കും, ഈ പോയിൻറ്റിൻ്റെ വെലോസിറ്റിയും VCM ആയിരിക്കും, ഈ പോയിൻറ്റിൻ്റെ വെലോസിറ്റിയും VCM ആയിരിക്കും. നിങ്ങൾ ആ ബോഡിയിൽ എവിടെ വേണമെങ്കിൽ പോയിൻ്റ് ചൂസ് ചെയ്തോളൂ, എല്ലാ പോയിൻറ്റുകൾക്കും ഒരേ വെലോസിറ്റി ആയിരിക്കും അണ്ടർ പ്യുവർ ട്രാൻസ്ലേഷൻ. ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് എടുത്താൽ ആ പോയിൻറ്റിൻ്റെ വെലോസിറ്റിയും VCM തന്നെയായിരിക്കും. അപ്പോൾ ഇൻ പ്യുവർ ട്രാൻസ്ലേഷൻ സെൻറ്റർ ഓഫ് മാസ് എന്ത് വെലോസിറ്റിയിലാണോ ട്രാവൽ ചെയ്യുന്നത് അതേ വെലോസിറ്റിയിൽ തന്നെയാണ് എല്ലാ പോയിന്റുകളും ട്രാവൽ ചെയ്യുക. പ്യുവർ ട്രാൻസ്ലേഷൻ, ഈ ചാപ്റ്ററിൻ്റെ ബിഗിനിങ് നമ്മൾ പ്യുവർ ട്രാൻസ്ലേഷൻ വെച്ചാൽ തുടങ്ങിയത്. ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഓൺ ദ ബോഡി മൂവിങ് വിത്ത് സെയിം സ്പീഡ് ഇൻ സെയിം ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് റൊട്ടേഷനിലേക്ക് വരാം. പ്യുവർ റൊട്ടേഷൻ. അപ്പോൾ റൊട്ടേഷൻ എബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്, അതായത് മുന്നോട്ട് പോകുന്നൊന്നുമില്ല, അവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മസ്റ്റാണ്, സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്തായിരിക്കണം? 0 ആയിരിക്കണം. റൊട്ടേഷൻ എബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്, സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി 0. ഇതാ ഈ ഒരു പോയിന്റിലോട്ട് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും അറിയാമോ നിങ്ങൾക്ക്? ഇതാ ഈ ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഈ പോയിന്റിൻ്റെ വെലോസിറ്റി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതാ ഇവിടെ ടാൻജൻറ്റ് വരയ്ക്കണം. ഈ റേഡിയസ് R ആണെങ്കിൽ ഈ പോയിന്റിൻ്റെ വെലോസിറ്റി, അതായത് ഈ പോയിന്റിൻ്റെ വെലോസിറ്റി നമുക്ക് R ഒമേഗ എന്നല്ലേ വരുന്നത്. R ഒമേഗ എന്ന് പറയുമ്പോൾ ഇത് കറങ്ങുന്ന ആംഗുലാർ വെലോസിറ്റിയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ രണ്ട് മോഷനും കൂടെ കമ്പൈൻ ചെയ്താണ് നമ്മൾ റോളിങ്ങിലേക്ക് വരുന്നത്. പിയർ റോളിംഗ് നടക്കാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ R ഒമേഗയുടെ വാല്യൂ ആരോട് ഈക്വൽ ആവണം? VCMനോട് ഈക്വൽ ആവണം. ഇറ്റ്സ് എ കണ്ടീഷൻ ഫോർ പ്യുവർ റോളിംഗ്. അപ്പോൾ ഈ പോയിന്റിൻ്റെ വെലോസിറ്റി നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അവിടെ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഡയറക്ഷനാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. റേഡിയസ് R ആണെങ്കിൽ ഈ പോയിന്റിൻ്റെ റൊട്ടേഷണൽ വെലോസിറ്റി R ഒമേഗയാണ്. പക്ഷേ ഞാൻ R ഒമേഗ എന്ന് എഴുതിയതിന് പകരം ഇവിടെ VCM എന്ന് എഴുതാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? VCM R ഒമേഗയോട് ഈക്വൽ ആയാൽ മാത്രമേ പ്യുവർ റോളിംഗ് സ്റ്റാർട്ടാവൂ, അല്ലെങ്കിൽ പ്യുവർ റോളിങ്ങിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അതുപോലെ തന്നെ ഈ പോയിന്റിലോട്ട് വരുമ്പോൾ റൊട്ടേഷണൽ വെലോസിറ്റി എവിടേക്കാ? റൊട്ടേഷണൽ വെലോസിറ്റി താഴേക്കാ. ടാൻജൻറ്റ് വരച്ചു. ഈ പോയിന്റിലെ വെലോസിറ്റി ചോദിച്ചാൽ ഇങ്ങോട്ടാ, ഈ പോയിന്റിലെ വെലോസിറ്റി ചോദിച്ചാൽ മുകളിലോട്ടാ. കാരണം നിങ്ങൾ ഏത് പോയിന്റാണോ ആവശ്യമുള്ളത് ആ പോയിന്റിൽ നിങ്ങൾ ടാൻജൻറ്റ് വരയ്ക്കണം. സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 കേട്ടോ. അപ്പോൾ ട്രാൻസ്ലേഷണൽ മോഷനിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി VCM, ദ റൊട്ടേഷൻ എബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്, സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി 0. ട്രാൻസ്ലേഷണൽ മോഷനിൽ ഈ പോയിന്റിൻ്റെ വെലോസിറ്റി VCM, റൊട്ടേഷണൽ മോഷനിൽ ഈ പോയിന്റിൻ്റെ വെലോസിറ്റി R ഒമേഗ. പക്ഷേ ഞാൻ R ഒമേഗ എന്തിനോട് ഈക്വലാക്കി എഴുതി? VCMനോട് ഈക്വലാക്കി എഴുതി. റീസൺ എന്താണ്? R ഒമേഗ VCMനോട് ഈക്വൽ ആയാൽ മാത്രമേ പ്യുവർ റോളിംഗ് ബിഗിൻ ചെയ്യുകയും അതുപോലെ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് നോക്കിക്കോളൂ. ഈ രണ്ട് മോഷനും കൂടെ ഒരുമിച്ചുള്ളതിനെയാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുന്നത്. റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. എന്ത് സംഭവിക്കും? ഈ പോയിന്റിൻ്റെ വെലോസിറ്റിയിലേക്ക് വരുമ്പോൾ ട്രാൻസ്ലേഷൻ കാരണമുള്ള VCM ഉണ്ട്, റൊട്ടേഷൻ കാരണം 0. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ പോയിന്റിൻ്റെ വെലോസിറ്റി നമുക്ക് VCM എന്ന് വരുന്നു. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, റോൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ട്രാൻസ്ലേഷൻ കാരണമാണ്, നോട്ട് ഡ്യൂ ടു റൊട്ടേഷൻ. ക്ലിയർ ആയോ? ദെൻ നമുക്കിത് ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിലോട്ട് വരാം.
ട്രാൻസ്ലേഷൻ കാരണം വി സി എം, റൊട്ടേഷൻ കാരണം ആർ ഒമേഗ. ആർ ഒമേഗയ്ക്ക് പകരം വി സി എം എടുക്കാനുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൻ്റെ ഇപ്പോഴുള്ള വെലോസിറ്റി എന്ന് പറയുമ്പോൾ ശരിക്ക് വി സി എം പ്ലസ് ആർ ഒമേഗ എന്ന് വരുന്നു. എന്തുകൊണ്ടാണ് ആഡ് ചെയ്തത്? ഇതാ ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയും റൊട്ടേഷണൽ വെലോസിറ്റിയും ഹയസ്റ്റ് പോയിന്റിൽ ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ടാണ് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തത്. നോ നീഡ് ടു ടേക്ക് വെക്ടർ സിമ്പിൾ. അതിൽ ഞാനൊരു കണ്ടീഷൻ പറഞ്ഞു, ഈ ആർ ഒമേഗ ആരോട് ഈക്വൽ ആവണം? വി സി എമ്മിനോട് ഈക്വൽ ആവണം. അപ്പോഴാണല്ലോ പ്യൂർ റോളിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വി സി എം പ്ലസ് വി സി എം 2 വി സി എം. അതുകൊണ്ടാണ് നമ്മളിവിടെ 2 വി സി എം എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, വി സി എം പ്ലസ് ആർ ഒമേഗ ഈസ് ഈക്വൽ വി സി എം പ്ലസ് ആർ ഒമേഗ. ആർ ഒമേഗ ഈക്വൽ ടു വി സി എം, സോ 2 ടൈംസ് വി സി എം. ഈ പോയിന്റും പറഞ്ഞു, ഈ പോയിന്റും പറഞ്ഞു. ഈ പോയിന്റിലോട്ട് വരും. ഈ പോയിന്റിലെ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് വി സി എം, ട്രാൻസ്ലേഷണൽ മോഷൻ. അപ്പോൾ ആക്ച്വലി ഈ പോയിന്റ് സെൻറ്റർ ഓഫ് മാസ് ആണോ? അല്ല. പക്ഷേ ട്രാൻസ്ലേഷണൽ മോഷനിൽ സെൻറ്റർ ഓഫ് മാസ് ട്രാവൽ ചെയ്യുന്ന അതേ വെലോസിറ്റിയിലാണ് ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും ട്രാവൽ ചെയ്യുന്നത്. ഈ പോയിന്റിൻ്റെ വെലോസിറ്റി എന്ത് കാരണമാണ്? റൊട്ടേഷൻ കാരണമാണല്ലോ. നിങ്ങൾ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ അത് ബാക്കിലോട്ടല്ലേ? ആ വാല്യൂ ആർ ഒമേഗ അല്ലേ? പക്ഷേ ആർ ഒമേഗയുടെ വാല്യൂ ഞാൻ മൈനസ് വി സി എം എടുത്തുന്നത്. എന്താ കാരണം? ആർ ഒമേഗയുടെ വാല്യൂ വി സി എമ്മിനോട് ഈക്വൽ ആയാലേ പ്യൂർ റോളിംഗ് പറ്റൂ. അപ്പോൾ നിങ്ങൾ ഈ ലോവസ്റ്റ് പോയിന്റിലോട്ട് വരൂ. ഈ പോയിന്റിലോട്ട് വരുമ്പോൾ ട്രാൻസ്ലേഷണൽ മോഷൻ കാരണമുള്ള വി സി എമ്മും റൊട്ടേഷണൽ മോഷൻ കാരണം വരുന്ന ആർ ഒമേഗയും ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്. ഇതാ ഞാൻ ഈ പോയിന്റ് ഓഫ് കോൺടാക്റ്റിൻ്റെ വെലോസിറ്റി എന്താക്കി എടുത്തു? 0 ആക്കി എടുത്തു. കാരണം എന്താ? ആർ ഒമേഗയുടെ വാല്യൂ മൈനസ് വി സി എം എന്ന് എടുത്തു. അപ്പോൾ പ്ലസ് വി സി എമ്മും മൈനസ് വി സി എമ്മും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു? 0 വന്നു. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? പി ഉണ്ടല്ലോ, ദാറ്റ് ഈസ് പോയിന്റ് ഓഫ് കോൺടാക്ട്. അതായത് റോൾ ചെയ്യുന്ന ബോഡി സർഫസുമായി കോൺടാക്റ്റിലായിരിക്കും. അതൊരു പോയിന്റിലാണ് കോൺടാക്ട് വരിക. ആ പോയിന്റ് ഓഫ് കോൺടാക്ട് നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റിനെ ആ ഇൻസ്റ്റൻറ്റിൽ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് എന്ന് പറയാം. ഇതാ നമ്മളിങ്ങനെ ഒരു ലൈൻ ഇമാജിൻ ചെയ്താൽ അതിനെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് എന്ന് പറയും. ആ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് പാസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൻ്റെ വെലോസിറ്റി 0 വരണം ഫോർ പ്യുർ റോളിംഗ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് വിഷ്വലൈസ് ചെയ്ത് വയ്ക്കൂ. പ്യുർ റോളിംഗ് എന്താ കണ്ടീഷൻ? പോയിന്റ് ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ആ പോയിന്റിൻ്റെ വെലോസിറ്റി എന്ത് വരണം? 0 വരണം. അത് 0 വരണമെങ്കിൽ ഞാൻ പറഞ്ഞു ട്രാൻസ്ലേഷണൽ മോഷൻ കാരണം ഉണ്ടായ വി സി എമ്മും റൊട്ടേഷണൽ മോഷൻ കാരണം ഉണ്ടായ ആർ ഒമേഗയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 0 വരണം. അതുകൊണ്ടാണ് ആർ ഒമേഗയ്ക്ക് പകരം നമ്മൾ മൈനസ് വി സി എം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ഇനി ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. ഒരു ഇൻസ്റ്റൻ്റ് ആണ് കേട്ടോ, ഇൻസ്റ്റൻറ്റ്. ആ ഇൻസ്റ്റൻറ്റിൽ ഈ പോയിന്റിനെ ബേസ് ചെയ്താണ് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി വെക്ടറിൽ നിന്ന് ഞാൻ ഇവിടേക്ക് ഒരു ലൈൻ വരച്ചു, പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഈ പോയിന്റിൽ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ പോയിന്റിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് വരും നിങ്ങൾ. ആ പോയിന്റിൽ ട്രാൻസ്ലേഷണൽ മോഷൻ കാരണം വി സി എം, ഇങ്ങോട്ട് ട്രാൻസ്ലേഷണൽ മോഷൻ വി സി എം, റൊട്ടേഷണൽ മോഷൻ കാരണം താഴേക്കാണ് ആർ ഒമേഗ, താഴേക്ക് ആർ ഒമേഗ. പക്ഷേ ഈ വി സി എമ്മും ആർ ഒമേഗയും രണ്ടുപേരുടെ എന്ത് സെയിം ആവണമെന്ന് ഞാൻ പറഞ്ഞു? മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവണ്ടേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി സി എമ്മും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അതുകൊണ്ടാണ് ഇവിടെ കണ്ടോ നിങ്ങൾ റൂട്ട് ടു വി സി എം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് റൂട്ട് ഓഫ് വി സി എം സ്ക്വയർ പ്ലസ് വി സി എം സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു വി സി എം ഇൻറ്റു കോസ് 90. അപ്പോൾ ഈ പോയിന്റിൻ്റെ വെലോസിറ്റി റൂട്ട് ടു വി സി എം വരാനുള്ള കാരണം ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഇവിടേക്കും റൊട്ടേഷണൽ വെലോസിറ്റി ഇവിടേക്കും അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് നമ്മൾ ഇവിടേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വെലോസിറ്റി വെക്ടറിനെ ഞാനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ അത് ഇതാ ഇവിടെ മീറ്റ് ചെയ്തു, ഈ പോയിന്റിൽ മീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ ഉണ്ടായിരിക്കാം. ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഇവിടേക്ക്, റൊട്ടേഷണൽ വെലോസിറ്റി മുകളിലോട്ട്, റിസൾട്ടൻ്റ് വെലോസിറ്റി ഇവിടേക്ക്. ഞാനിത് അവിടേക്ക് ഒരു ലൈൻ വരച്ചു, അങ്ങനെ ഇതെല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ലൈൻ, ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ലൈൻ, ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ലൈൻ, ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ലൈൻ. അങ്ങനെയുള്ള ഈ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ്. തൊട്ടടുത്ത ഇൻസ്റ്റൻറ്റിൽ ആ പോയിന്റ് അല്ല കേട്ടോ. ആ പോയിന്റിൽ നമ്മൾ നോക്കിയാൽ മറ്റുള്ള പോയിന്റുകൾക്കെല്ലാം ഒരു വെലോസിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൻ്റെ വെലോസിറ്റി 0. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിനെ പറയുന്ന പേര് എന്താ? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ്. ആ പോയിന്റിൻ്റെ വെലോസിറ്റി 0 വരിക എന്നുള്ളതാണ് കണ്ടീഷൻ.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പോയിന്റിന് ഒരു ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഗ്രൗണ്ടിലുള്ള പോയിന്റുമായിട്ട് റിലേറ്റീവ് മോഷൻ വരും. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് സ്ലിപ്പായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് പിയർ റോളിംഗ് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് പിയർ റോളിംഗ് ഉണ്ടാവുന്നതെന്ന്. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം, എന്ത്? ട്രാൻസ്ലേഷണൽ മോഷൻ കാരണം ഉണ്ടാവുന്ന വെലോസിറ്റിയാണ് VCM. അതെല്ലാ പോയിന്റുകൾക്കും സെയിം ആണ്. റൊട്ടേഷൻ കാരണം ഉണ്ടാവുന്ന വെലോസിറ്റിയാണ് R⍵. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ R⍵ പകരം VCM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? VCM R⍵ ഈസ് ദ കണ്ടീഷൻ ഫോർ പിയർ റോളിംഗ്. പിന്നെ ഞാനൊരു പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് എന്ന് പറഞ്ഞു. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ്, ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ്. ആ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസിൻ്റെ വെലോസിറ്റി 0 വരുന്ന പോയിന്റ്, ദാറ്റ് പോയിൻ്റാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് എന്ന് പറഞ്ഞത് കേട്ടോ. ആ 0 വന്നാൽ മാത്രമേ പിയർ റോളിംഗ് നടക്കൂ. ഓക്കെ, 0 വന്നാൽ എങ്ങനെ മനസ്സിലായില്ലേ? VCM-ഉം R⍵യും ഓപ്പോസിറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, VCM ഗ്രേറ്റർ ദാൻ R⍵ എന്ത് സംഭവിക്കും? ഇറ്റ്സ് നോട്ട് പിയർ റോളിംഗ്. VCM ലെസ് ദാൻ R⍵ എന്ത് സംഭവിക്കും? നോട്ട് പിയർ റോളിംഗ്. വി വിൽ ഡിസ്കസ്. ഓക്കെ, നമ്മൾ പിയർ റോളിംഗ് ഡിസ്കസ് ചെയ്തു. ആ പിയർ റോളിങ്ങിലെ ഒരു കേസാണ് ഞാനിവിടെ പറയുന്നത്. ഇതാ നോക്കൂ, എ സർഫസ് ബോഡി എന്ത് ചെയ്യുന്നു? റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് മുന്നോട്ട് പോകുന്നു. സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി നമുക്കറിയാം. സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ഉണ്ടാകുന്നത് ഏത് മോഷൻ കാരണമാണ്? യെസ്, ട്രാൻസ്ലേഷൻ കാരണം. ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയാണ് VCM. ഓക്കെ, എന്നാൽ നിങ്ങൾ വേറൊരു പോയിൻ്റ് എടുത്തു, P എന്ന് പറയുന്ന ഒരു പോയിൻ്റ് എടുത്തു. ആ P എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുമ്പോൾ ഈ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി എത്രയാണോ അത്ര തന്നെ അവിടെ വരുന്നു. അപ്പോൾ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി എല്ലാ പോയിന്റുകൾക്കും സെയിം ആണ്. പക്ഷേ ഈ പോയിന്റ് സെൻറ്റർ ഓഫ് മാസുമായി കമ്പയർ ചെയ്യുമ്പോൾ P എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഡിഫറൻസ് എന്താ? P എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എബൌട്ട് ദിസ് ആക്സിസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം, അതിൻ്റെ റൊട്ടേഷണൽ വെലോസിറ്റിയാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. റൊട്ടേഷണൽ വെലോസിറ്റി VC. ഇപ്പോൾ VC എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ മീൻ ചെയ്തിരിക്കുന്നത് റൊട്ടേഷണൽ വെലോസിറ്റിയും VCM എന്ന് പറയുമ്പോൾ ഞാൻ മീൻ ചെയ്തിരിക്കുന്നത് ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയുമാണ്. അപ്പോൾ ഈ പോയിന്റിൻ്റെ നെറ്റ് വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ നമുക്കറിയാം VCM എന്ന് പറഞ്ഞാൽ അതൊരു വെക്ടറാണ്, VC എന്ന് പറഞ്ഞാൽ വേറൊരു വെക്ടറാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആംഗിളാണ് ആര്? തീറ്റ. ഫിഗറിലോട്ട് നോക്കൂ, തീറ്റ. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൻ്റെ റിസൾട്ടൻറ്റ് വെലോസിറ്റി കിട്ടാൻ നിങ്ങളിവിടെ എന്ത് കംപ്ലീറ്റ് ചെയ്യണം? പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. ഇതാ ഇങ്ങനെ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ആ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് വരയ്ക്കേണ്ടി വരും? ദാ ഡയഗണൽ വരയ്ക്കണം. ദിസ് ഈസ് വെലോസിറ്റി ഓഫ് ദ പോയിന്റ് P. അപ്പോൾ ഒരു പോയിന്റിലെ നെറ്റ് വെലോസിറ്റി കിട്ടാൻ ആ പോയിന്റിന് ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയുടെയും റൊട്ടേഷണൽ വെലോസിറ്റി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ആ പോയിന്റിൽ നിങ്ങൾ ടാൻജൻറ്റ് വരയ്ക്കണം. ടാൻജൻറ്റ് വരച്ചതിന് ശേഷം ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയുമായി ചേർന്ന് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കണം. റിസൾട്ടൻ്റ് എടുക്കുമ്പോഴാണ് നെറ്റ് വെലോസിറ്റി കിട്ടുന്നത്. ആ നെറ്റ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, എന്താ നെറ്റ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ? നെറ്റ് വെലോസിറ്റി ഓഫ് ദ പോയിന്റ് P ഈസ് ഈക്വൽ ടു V ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ. എല്ലാവർക്കും ക്ലിയർ ആയോ? V ട്രാൻസ്ലേഷനും റൊട്ടേഷനും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ട്രാൻസ്ലേഷണൽ വെലോസിറ്റി നമ്മളിതാ VCM എന്ന് കൊടുത്തു അല്ലേ? ട്രാൻസ്ലേഷണൽ വെലോസിറ്റി നമ്മൾ VCM എന്ന് കൊടുത്തു, അതായത് ഈ വെലോസിറ്റി. റൊട്ടേഷണൽ വെലോസിറ്റി ശരിക്കും നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് VC എന്നാണ്. അപ്പം ഞാനിതിനെ VC എന്ന് എഴുതാമായിരുന്നു. VC അതായത് VP ഈസ് ഈക്വൽ ടു VCM-ഉം അതുപോലെ തന്നെ ആ ഫിഗറിലോട്ട് നോക്കൂ, നിങ്ങൾ VC കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ VPയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? VP ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് VCM സ്ക്വയർ പ്ലസ് VC സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു VCM ഇൻറ്റു VC ഇൻറ്റു കോസ് തീറ്റ. ഇവിടെ തീറ്റ ആരാ? ആ പോയിന്റിൽ ആരാ തീറ്റ? ഇതാ VCM-ഉം VC-യും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന പോയിന്റിനനുസരിച്ച് തീറ്റയിൽ മാറ്റം വരും കേട്ടോ. ഇപ്പോൾ ഏറ്റവും ടോപ്പിലുള്ളൊരു പോയിന്റാണ് എടുക്കുന്നതെങ്കിൽ VCM-ഉം അതുപോലെ VC-യും ഒരേ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ തീറ്റയുടെ വാല്യൂ 0 വരും.
ഈ പോയിന്റിൽ വി സിയും ഇങ്ങോട്ടും വി സി തിരിച്ചുമായിരിക്കും. അപ്പോൾ അവിടെ 180 ഡിഗ്രി വരും. ഇതാ അപ്പോൾ ഈ ഒരു പോയിന്റാണ് എടുക്കുന്നതെങ്കിൽ വി സിയും ഇങ്ങോട്ടും വി സി താഴേക്കുമായിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി വരും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പോയിന്റിനനുസരിച്ച് തീറ്റ മാറും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വന്നു. അപ്പോൾ വി പി ഈസ് ഈക്വൽ ടു നോക്കൂ റൂട്ട് ഓഫ് വി സി എം സ്ക്വയർ പ്ലസ് ഈ വി സിക്ക് പകരം നമ്മൾ 6 ഒമേഗ എന്ന് കൊടുക്കുന്നു. 6 ഒമേഗ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു വി സി എം ഇൻറ്റു 6 ഒമേഗ ഇൻറ്റു കോസ് തീറ്റ എന്ന് വരുന്നു. ക്ലിയർ ആയോ സ്റ്റെപ്പ്? അതായത് വി സിക്ക് പകരം നമ്മൾ 6 ഒമേഗ എന്ന് കൊടുത്തു. 6 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റേഡിയസ് ആണ്. ഒമേഗ എന്ന് പറയുമ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, റോൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ആംഗുലാർ വെലോസിറ്റിയാണ് ഒമേഗ. ഇനി നമ്മൾ ചെയ്ത ടെക്നിക്ക് നോക്കൂ. വി പി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി സി എം സ്ക്വയർ പ്ലസ് 6 ഒമേഗ. 6 ഒമേഗ ഈ ഇക്വേഷനിൽ നമ്മളിവിടെ എഴുതിയ ഇക്വേഷനിൽ 6 ഒമേഗയ്ക്ക് പകരം വി സി എം എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 6 ഒമേഗ റീപ്ലേസ്ഡ് ബൈ വി സി എം സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു വി സി എം ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, എന്തുകൊണ്ട് 6 ഒമേഗ വി സി എമ്മിനോട് ഈക്വലായി? ഞാൻ പറഞ്ഞു അതാണ് എന്തിനുള്ള കണ്ടീഷൻ, റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിങ്ങിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ആൾവേസ് ഈ വി സി ഈസികൾ 6 ഒമേഗ ഈസികൾ വി സി എം ആണോ? നെവർ. ഇറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ ദ ബോഡി ഈസ് അണ്ടർ പ്യുർ റോളിംഗ് ഓർ പ്യുർ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ക്ലിയർ ആയോ? ഇനി നമുക്കിതിൻ്റെ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമാറ്റിലോട്ട് മാറ്റാം. ഇത് നിങ്ങൾക്ക് ഞാൻ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിൽ 2 വെക്ടറുകളുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഞാൻ ഡിറൈവ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു പോയിന്റിൻ്റെ വെലോസിറ്റി കാണാനുള്ള മെത്തേഡ് മനസ്സിലായോ? ഒരു പോയിന്റിന് 2 ടൈപ്പ് മോഷൻ ഉണ്ട്. ഏതൊക്കെയുണ്ട്? ട്രാൻസ്ലേഷൻ ഉണ്ട്, റൊട്ടേഷൻ ഉണ്ട്, എക്സെപ്റ്റ് സെൻറ്റർ ഓഫ് മാസ് കേട്ടോ. റൊട്ടേഷണൽ ആക്സിസിനെ കുറിച്ച് അല്പം കൂടെ ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, എന്താ ഇപ്പോൾ ഒരു വീല്, അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി വി സി എം, പ്യുർ റോളിംഗാണ്. അപ്പോൾ നമുക്കറിയാം പ്യുർ റോളിംഗിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി വി സി എം ആണെങ്കിൽ ടോപ്പ് മോസ്റ്റ് പോയിന്റിൻ്റെ വെലോസിറ്റി എന്തായിരിക്കണം? ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൻ്റെ വെലോസിറ്റി എന്തായിരിക്കണം? 2 വി സി എം വരണ്ടേ? അതെങ്ങനെയാണ് 2 വി സി എം ആയത്? ട്രാൻസ്ലേഷണൽ വെലോസിറ്റി വി സി എം ആണ്, റൊട്ടേഷണൽ വെലോസിറ്റി 6 ഒമേഗ ഈസികൾ വി സി എം ആണ്. അപ്പോൾ വി സി എം പ്ലസ് വി സി എം 2 വി സി എം എന്ന് വന്നു. അപ്പോൾ ഈ പോയിന്റിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? കമോൺ, 0. കാരണം ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഇവിടേക്കാണെങ്കിൽ റൊട്ടേഷണൽ വെലോസിറ്റി ബാക്കിലോട്ടാണ്. വി സി എം ഈസികൾ 6 ഒമേഗ വരുമ്പോഴാണ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. അതുകൊണ്ട് ആ പോയിന്റിൻ്റെ വെലോസിറ്റി 0. ഇനി ഈ പോയിന്റിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഫ്രണ്ടിലോട്ടാണ്, അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ. റൊട്ടേഷണൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ടാൻജൻറ്റ് വരച്ച താഴേക്കാണ്. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയുടെയും റൊട്ടേഷണൽ വെലോസിറ്റിയുടെയും റിസൾട്ടൻ്റ് എടുക്കണം. അതാണ് ഈ കാണുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതും വി സി എം ആണ്, അതുപോലെ ഇതും വി സി എം ആണെങ്കിൽ ഇതാരായിരിക്കും? √2 വി സി എം അല്ലേ? 2 വെക്ടറുകൾ പെർപെൻഡിക്കുലറായി വന്ന റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ √2 ടൈംസ് അല്ലേ ഇവർ? അപ്പോൾ ആ വെലോസിറ്റി ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ വെലോസിറ്റി ഈസ് √2 വി സി എം, √2 വി സി എം. അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ അതേ ലൈനിൽ വരുന്ന, ഹൊറിസോണ്ടൽ ലൈനിൽ വരുന്ന ഒരു പോയിന്റിൻ്റെ വെലോസിറ്റിയാണ് √2 വി സി എം. അപ്പോൾ ഈ പോയിന്റിൻ്റെയോ? ഈ പോയിന്റിൻ്റെ വെലോസിറ്റി ട്രാൻസ്ലേഷണൽ വെലോസിറ്റി അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ അതേ ഡയറക്ഷൻ, റൊട്ടേഷണൽ വെലോസിറ്റി മുകളിലോട്ട്. ഇത് രണ്ടും കൂടി ചേർന്ന് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ ഇതാണ് ആര്? ആ പോയിന്റിലെ ഏത് വെലോസിറ്റി? നെറ്റ് വെലോസിറ്റി. അപ്പോൾ ഞാനത് ഇങ്ങനെ മാർക്ക് ചെയ്തു, അതാ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി വി സി എം, ഇറ്റ് ഈസ് ഓൺലി ഡ്യൂ ടു ട്രാൻസ്ലേഷൻ. അങ്ങനെയാണെങ്കിൽ ടോപ്പ് മോസ്റ്റ് പോയിന്റിൻ്റെ വെലോസിറ്റി കമോൺ 2 വി സി എം. ഈ പോയിന്റും √2 വി സി എം, ഇതും √2 വി സി എം ആണ് കേട്ടോ, √2 വി സി എം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0. ആ 0 വെലോസിറ്റി വരുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ പറയുന്ന പേരാണ് റൊട്ടേഷണൽ ആക്സിസ്, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ്. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നിങ്ങളിതാ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം, ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം, വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരയ്ക്കണം. അതുപോലെ ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരച്ചു, ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരച്ചു. എവിടെയാണോ അവർ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഈ പോയിന്റിലെ കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും? ആ പോയിന്റിൽ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഫോർവേഡ് ഡയറക്ഷനിലും റൊട്ടേഷണൽ വെലോസിറ്റി വരയ്ക്കണം, കിട്ടണമെങ്കിൽ ടാൻജൻറ്റും വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് എടുത്തപ്പോൾ അതാ കണ്ടോ, ഇങ്ങോട്ടാണ് വെലോസിറ്റി നിൽക്കുന്നത്. അതിന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, അതെവിടെ മീറ്റ് ചെയ്തു?
അതുപോലെ ഈ പോയിന്റിലെ കാര്യം പറയുമ്പോൾ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഫ്രണ്ടിലോട്ടും റൊട്ടേഷണൽ വെലോസിറ്റി കിട്ടാൻ നിങ്ങളവിടെ ടാൻജൻറ്റും വരച്ചു, എന്നിട്ട് റിസൾട്ടൻ്റ് എടുത്തപ്പോൾ അത് ഇങ്ങോട്ട് നിൽക്കുന്നു. ആ വാല്യൂ എത്രയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? അവിടുത്തെ രണ്ട് വെലോസിറ്റികൾ അറിയണം, VCM അറിയണം, RΩ അറിയണം, എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ടൻ്റ് എടുക്കാം. ആംഗിൾ നോക്കണം, ആരൊക്കെ തമ്മിലുള്ള ആംഗിൾ. ഈ പോയിന്റിൽ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഇങ്ങോട്ടും റൊട്ടേഷണൽ വെലോസിറ്റി ഇവിടേക്കാണ്. അപ്പോൾ ആ രണ്ട് വെലോസിറ്റികൾ തമ്മിലുള്ള ആംഗിൾ അറിഞ്ഞാലേ ഈ വാല്യൂ എത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ അത് എളുപ്പത്തിൽ പറയാൻ പറ്റിയതിൻ്റെ കാരണം ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയും റൊട്ടേഷണൽ വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ എന്തായതുകൊണ്ടാണ്? 90 ഡിഗ്രി ആയതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ്, അതായത് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലറായി ലൈൻ വരച്ചാൽ അതെല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് വരും. ആ പോയിന്റിൻ്റെ വെലോസിറ്റി 0 ആണ് വിത്ത് റെസ്പെക്ട് ടു അതർ പോയിന്റ്സ്. അങ്ങനെയുള്ള ആ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ്, അല്ലെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഇവിടെ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിങ്ങിൻ്റെ കണ്ടീഷൻ എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ ഒരു പാർട്ടിക്കിൾ എടുത്താൽ അയാളുടെ വെലോസിറ്റി എന്തായിരിക്കണം? 0 ആയിരിക്കണം. അത് 0 അല്ലെങ്കിൽ പ്യുർ റോളിംഗ് നടക്കില്ല. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ഒരു പോയിന്റിലെ വെലോസിറ്റി ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ട്രാൻസ്ലേഷണൽ വെലോസിറ്റി മാർക്ക് ചെയ്യണം. സർക്കിൾ വരച്ചിട്ട് അവിടെ നിങ്ങൾ ടാൻജൻറ്റ് വരച്ചാൽ റൊട്ടേഷണൽ വെലോസിറ്റി കിട്ടും. അവിടേക്കുള്ള റേഡിയസ് x ആണെങ്കിൽ ഈ പോയിന്റിൻ്റെ വെലോസിറ്റി XΩ എന്ന് വരും. ഇത് VCM തന്നെയാണ്. എന്നിട്ട് ആ പോയിന്റിൽ അവർ തമ്മിൽ ആംഗിൾ നോക്കണം. എന്നിട്ട് റിസൾട്ടൻ്റ് കാണാൻ √VCM² പ്ലസ് XΩ ഓൾ സ്ക്വയർ പ്ലസ് 2 × VCM × XΩ × cos θ. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഒഴികെ ബാക്കിയുള്ള ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റുകൾക്കെല്ലാം ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഉണ്ട്, റൊട്ടേഷണൽ വെലോസിറ്റി ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ റിസൾട്ടൻ്റ് വെലോസിറ്റി വേണമെങ്കിൽ നിങ്ങൾ അവരുടെ രണ്ടുപേരുടെയും ഡയറക്ഷൻ കണ്ടുപിടിക്കുകയും അവർ തമ്മിലുള്ള ആംഗിൾ നോക്കിയതിന് ശേഷം അതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കുകയും വേണം. ക്ലിയർ അല്ലേ? ഓൾറെഡി നമ്മൾ പറഞ്ഞു V = RΩ ഈസ് ദ കണ്ടീഷൻ ഫോർ പ്യുർ റോളിംഗ്. എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നമുക്കൊരു വീൽ ഈസ് അണ്ടർ പ്യുർ റോളിംഗ്. അപ്പോൾ അയാൾ ദ സെൻറ്റർ ഓഫ് മാസിനെ ബേസ് ചെയ്ത് റിവോൾവ് ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി ω, അതുപോലെ തന്നെ അയാളുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് VCM, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്യുർ റോളിംഗ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യൂ, ഈ സെൻറ്റർ ഓഫ് മാസിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ ഒരു കാര്യം മനസ്സിലാവും. വീല് റോൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. സെൻറ്റർ ഓഫ് മാസിന് ഏത് മോഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ? ട്രാൻസ്ലേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ, നോ ഡൗട്ട്. അപ്പോൾ നിങ്ങൾ ഏത് പോയിന്റ് ഏത് ഇൻസ്റ്റൻ്റ് എടുത്താലും ദ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ കാണാം. കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ സെൻറ്റർ ഓഫ് മാസ് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഫോർ എൻ ഒബ്സർവർ വെൻ ബോഡി ഈസ് മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് ട്രാക്ക് യു ഫീൽ ദ സെൻറ്റർ ഓഫ് മാസ് ഫോളോയിങ് എ സ്ട്രൈറ്റ് ട്രാക്ക്. ഓക്കെ, അതായത് പ്യുർ ട്രാൻസ്ലേഷൻ മാത്രമേ ഫീൽ ചെയ്യൂ. സെൻറ്റർ ഓഫ് മാസിന് പ്യുർ ട്രാൻസ്ലേഷൻ മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് VCM. റൊട്ടേഷണൽ എഫക്റ്റ് സെൻറ്റർ ഓഫ് മാസിന് വരുന്നില്ല. ഓക്കെ, പക്ഷേ നിങ്ങളൊരു പോയിന്റ്, വേറൊരു പോയിന്റ് എടുക്കും. നിങ്ങൾ വേറൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ സേ P എന്ന് പറയുന്ന പോയിന്റ് എടുത്തോളൂ. ഈ വീൽ റോൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം P എന്ന് പറയുന്ന പോയിന്റ് ആൾവേസ് ഗ്രൗണ്ടുമായിട്ട് കോൺടാക്റ്റിലായിരിക്കുമോ? അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ ഈ പോയിൻ്റാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ്. ഇതാ ഒരു 1/4 റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇയാളൊരു 1/4 റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അതാ പോയിന്റ് P ഇവിടേക്ക് എത്തി. എത്രയാണ് കംപ്ലീറ്റ് ചെയ്തത്? 1/4. ഹാഫ് റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അതാ പോയിന്റ് P ഇതാ ഏറ്റവും ടോപ്പിലെത്തി. ഈ പോയിന്റ് കറങ്ങി എവിടെ എത്തി? ഇതാ മുകളിലെത്തി. എപ്പോൾ? ഹാഫ് റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. ദെൻ 3/4 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കൂ, ദാ ഈ പോയിന്റ് ഇവിടെ എത്തി. അപ്പോൾ ഇവിടുന്ന് ഇവിടെ എത്തി, ദാ ഇവിടെ എത്തി. ദെൻ ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു, അതായത് ഈ പോയിന്റ് ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദാ ഇവിടെ എത്തി. ശരിയാണോ? അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യും, കറക്റ്റ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും സ്ട്രൈറ്റ് ആണോ മൂവ് ചെയ്യുന്നത്? അല്ല. ബാക്കിയുള്ള പോയിന്റുകൾക്കെല്ലാം ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഉണ്ട്, റൊട്ടേഷണൽ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ നെറ്റ് വെലോസിറ്റി എവിടേക്കാണ് നോക്കണം, എന്നിട്ട് നിങ്ങൾ ട്രാക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പോയിന്റ് P ഫോളോ ചെയ്യുന്നത് ഒരു കാരണവശാലും സ്ട്രൈറ്റ് ട്രാക്ക് അല്ല. സെൻറ്റർ ഓഫ് മാസ് ഫോളോ ചെയ്യുന്നത് സ്ട്രൈറ്റ് ട്രാക്ക് ആണെങ്കിൽ ദാ P എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങനെ ഒരു ട്രാക്കാണ് ഫോളോ ചെയ്യുന്നത്. ആ ട്രാക്കിനെ നമ്മൾ പറയുന്ന പേരാണ് സൈക്ലോയിഡ്. ഈസ് കോൾഡ് സൈക്ലോയിഡ്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്.
പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ ആ മോഷൻ എന്ന് പറഞ്ഞാൽ എന്തല്ല, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ല, സർക്കുലർ അല്ല, ഇറ്റ് ഈസ് സൈക്ലോയിഡ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എ പോയിന്റ് ഓൺ ദ റിം ഓഫ് ദ വീൽ ഹൗവർ ട്രേസസ് ഔട്ട് എ കോംപ്ലക്സ് കർവ് കാൾഡ് സൈക്ലോയിഡ്. ഇപ്പോൾ വീലിൻ്റെ മോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ദ മോഷൻ ഓഫ് റോളിംഗ് വീൽ ആസ് എ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ, രണ്ടും കൂടെ ചേർന്നതാണ്. സെൻറ്റർ ഓഫ് മാസിന് മാത്രം എന്ത് മാത്രമേ ഉള്ളൂ, ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പോയിന്റുകൾക്കെല്ലാം ട്രാൻസ്ലേഷനും ഉണ്ട്, റൊട്ടേഷനും ഉണ്ട്. ഇനി നോക്കൂ, ഇൻ വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് വീൽ ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ വീൽ മൂവ്സ് എ ഡിസ്റ്റൻസ് എസ് ഈസ് ഈക്വൽ ടു 2πr. കറക്റ്റ് ആണോ? ഇതാ സെൻറ്റർ ഓഫ് മാസ് ഇനീഷ്യലി ഇവിടെയായിരുന്നു. ഈ വീൽ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇതാ നമ്മുടെ വീൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് അയാൾ കവർ ചെയ്ത ദൂരം എസ് ആണ്, എസ് ഡിസ്പ്ലേസ്മെൻറ്റ് എസ്. യൂണിഫോം വെലോസിറ്റിയിലാണ് പോയത്. അങ്ങനെയാണെങ്കിൽ S/T, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഇൻ യൂണിറ്റ് ടൈം, അതിനല്ലേ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയാം. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ഇറ്റ് ഈസ് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്. കാരണം കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ സെൻറ്റർ ഓഫ് മാസ് എസ് ദൂരം ട്രാവൽ ചെയ്തു, അതിനു വേണ്ടി എടുത്ത ടൈം എത്രയാണ്, ടി ടൈം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ S/T ഈസ് VCM. ഓക്കെ, ഇൻ ദിസ് മോഷൻ there is no relative motion between point of contact of moving body and surface. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു പ്യുർ റോളിംഗ് ആണെങ്കിൽ നോ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് ദ സർഫസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എത്ര ദൂരമാണ് അയാൾ കവർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തിനോട് ഈക്വൽ ആയിരിക്കും, ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 2πr. ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബോർഡറെ പെരിമീറ്റർ തന്നെയല്ലേ കവറായി വരുന്നത്, അതായത് ഇതിൻ്റെ പെരിമീറ്റർ തന്നെയല്ലേ ഇത് കറങ്ങി ഇവിടെ എത്തി ഈ പോയിന്റിൽ. അപ്പോൾ അയാൾ കറങ്ങിയിരിക്കണം എത്ര ദൂരം, 2πr ഡിസ്റ്റൻസ് അല്ലേ കറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് എഗെയിൻ ഈക്വൽ ടു 2πr/t. എൻ്റെ 2π/t ആരാണ്, നിങ്ങൾക്കറിയാം ആംഗുലാർ വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ VCM ഈസ് ഈക്വൽ ടു 2π/t ഈസ് റീപ്ലേസ്ഡ് ബൈ ഒമേഗ. സോ VCM ഈസ് ഈക്വൽ ωr. അപ്പോൾ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ, VCM is equal to R omega is the condition for pure rolling. R എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് ദ വീലാണ്, ഒമേഗ എന്ന് പറയുമ്പോൾ അയാളുടെ ആംഗുലാർ വെലോസിറ്റി ഓർ ആംഗുലാർ ഫ്രീക്വൻസി വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ. ഓക്കെ, അപ്പോൾ V ഈക്വൽ ടു R omega കണ്ടീഷൻ വന്നാൽ മാത്രമേ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, അതായത് ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ആ പോയിന്റിൻ്റെ വെലോസിറ്റി എന്തായി നിൽക്കൂ, 0 ആയി നിൽക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, നോക്കൂ ജസ്റ്റ് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ കേട്ടോ, ഈ പോയിന്റിൻ്റെ വെലോസിറ്റി 0. അപ്പോൾ റോൾ ചെയ്യുന്ന സമയത്ത് ഇയാൾ പോയ ദൂരം എക്സ് ആണെങ്കിൽ, എക്സ് ആണെങ്കിൽ ഈ പോയിന്റ് എക്സ് ദൂരമാണോ പോവുക, അയാൾ കൂടുതൽ ദൂരം കവർ ചെയ്യേണ്ടി വരില്ലേ. ഈ പോയിന്റ് കൂടുതൽ ദൂരം കവർ ചെയ്യേണ്ടി വരില്ല. എന്തിനാണ് കൂടുതൽ ദൂരം കവർ ചെയ്യേണ്ടി വരുന്നത്, റോളിങ്ങും കൂടുള്ളതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നു ഈ പോയിന്റിൻ്റെ വെലോസിറ്റി VCM ആണെങ്കിൽ ഈ പോയിന്റിൻ്റെ വെലോസിറ്റി എന്ത് വരണം എന്നാണ് പറഞ്ഞത്, 2VCM വരണം. 2VCM എന്ന് പറയുമ്പോൾ ഈ പോയിന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഡബിൾ ദൂരം ട്രാവൽ ചെയ്യണം ഫോർ പ്യുർ റോളിംഗ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ പോയിന്റ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് ആക്കി എടുത്താൽ ഈ പോയിന്റ് എത്ര ദൂരമാണോ ട്രാവൽ ചെയ്യുന്നത് അതിൽ കൂടുതൽ ദൂരം ഈ പോയിന്റ് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരണം. കാരണം എന്നാൽ മാത്രമേ പ്യുർ റോളിംഗ് ഉണ്ടാവൂ. അതിനുള്ള കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്, VCM ഈസ് ഈക്വൽ ടു R omega ഈസ് ദ കണ്ടീഷൻ ഫോർ പ്യുർ റോളിംഗ്. VCM ഈസ് ഈക്വൽ ടു R omega ഈസ് ദ കണ്ടീഷൻ ഫോർ പ്യുർ റോളിംഗ്. പിന്നെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് കൂടെ ഓർമ്മിച്ച് വെക്കണം, സെൻറ്റർ ഓഫ് മാസ് ഫോളോ ചെയ്യുന്നത് സ്ട്രൈറ്റ് ലൈൻ പാത്താണ്. പക്ഷേ വേറൊരു പോയിന്റ് എടുത്താൽ ആ പോയിന്റ് ഫോളോ ചെയ്യുന്നത് സൈക്ലോയിഡ്. ഓർമ്മിച്ച് വെച്ചോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഹാപ്പൻസ് വെൻ VCM ഗ്രേറ്റർ ദാൻ R omega. നോക്കാം. In pure rolling, we know the velocity of the point of contact is 0. ശരിയാണല്ലോ. And velocity of center of mass is VCM is equal to R omega. ഇപ്പോൾ പ്യുർ റോളിങ്ങിൻ്റെ കണ്ടീഷൻ എല്ലാവർക്കും അറിയാം. ഈ പോയിന്റിൻ്റെ വെലോസിറ്റി VCM, ഈ പോയിന്റിൻ്റെ വെലോസിറ്റി 2VCM വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റാണ് പറയുന്നത് കേട്ടോ. ഈ പോയിന്റിൻ്റെ വെലോസിറ്റി 0. ഇപ്പോൾ ഈ പോയിന്റ് 0, ഈ പോയിന്റ് VCM, ഈ പോയിന്റ് 2VCM,
ഈ പോയിന്റിൻ്റെ വെലോസിറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു √2 VCM. അതുപോലെ തന്നെ ഈ പോയിന്റിലെ വെലോസിറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു √2 VCM. ഇതാണ് എന്തിൻ്റെ കണ്ടീഷൻ? പിയർ റോളിങ്ങിൻ്റെ കണ്ടീഷൻ. ഇനി ഞാൻ പറയുന്നു ഈ വീൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ സേ കാറിൻ്റെ വീലാന്ന് വിചാരിച്ചോളൂ. സഡൻ ആയിട്ട് നമ്മൾ ബ്രേക്ക് ഇടിക്കുന്നു. ബ്രേക്ക് അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? സപ്പോസ് എ സ്കിഡിങ് സ്റ്റോപ്പ്. സ്കിഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക, നിരങ്ങി നിൽക്കുക. സഡൻ ബ്രേക്ക്. എന്താ സംഭവിക്കുക? സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇഫ് ദ വീൽ മൂവ്സ് ത്രൂ എ ഡിസ്റ്റൻസ് greater than 2πr in one full rotation, what happens? VCM greater than omega r or r omega. ഇപ്പോൾ VCM greater than r omega വന്നാൽ എന്ത് സംഭവിക്കുന്നു നോക്കൂ. VCM greater than r omega കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നോ ഡൗട്ട് ഇറ്റ് ഈസ് VCM പ്ലസ് ആർ ഒമേഗ. എന്തുകൊണ്ടാണ് VCM പ്ലസ് ആർ ഒമേഗ? രണ്ടുപേരും ഒരേ ഡയറക്ഷനാണ് ആണല്ലോ. ഈ പോയിന്റിൻ്റെ വെലോസിറ്റി ഒരു ഡൗട്ടും ഇല്ല, ഇറ്റ് ഈസ് ആര് തന്നെയാണ്? VCM. പക്ഷെ നിങ്ങൾ നോക്കൂ, VCM ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ. ഈ പോയിന്റിൽ വെലോസിറ്റി ഓഫ് സെൻട്രൽ ഓഫ് മാസ് ഫ്രണ്ടിലോട്ടും ആർ ഒമേഗ ബാക്കിലോട്ടുമാണ്. ഞാൻ പറഞ്ഞല്ലോ VCM ഗ്രേറ്റർ ദാൻ ആർ ഒമേഗയാണെന്ന്. അങ്ങനെയാണെങ്കിൽ VCM മൈനസ് ആർ ഒമേഗ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പോസിറ്റീവ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ വെലോസിറ്റി ഏത് ഡയറക്ഷനിൽ വരുന്നു? VCM മൈനസ് ആർ ഒമേഗ എന്ന് പറയുന്നൊരു വാല്യൂ വരുന്നു. അതായത് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ വെലോസിറ്റി എന്തല്ല? 0 അല്ല. ഇറ്റ് ഹാപ്പൻസ് വെൻ VCM ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ. അപ്പം ഞാൻ പറയട്ടെ, റിലേറ്റീവ് മോഷൻ ഉണ്ടല്ലേ, വെലോസിറ്റി അങ്ങോട്ടല്ലേ, റിലേറ്റീവ് മോഷൻ അങ്ങോട്ടല്ലേ, ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടേക്ക് വരും? യെസ്, അറ്റ് ദാറ്റ് ടൈം ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടേക്ക് ആക്ട് ചെയ്യുന്നു? ബാക്കിലോട്ട് ആക്ട് ചെയ്യുന്നു. എന്തിനാ ഫ്രിക്ഷണൽ ഫോഴ്സ് ബാക്കിലോട്ട് ആക്ട് ചെയ്യുന്നത്? ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഈ ബോഡിയെ സ്ലിപ്പ് ചെയ്ത് പോകുന്ന ബോഡിയെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ VCM ഈസ് ഈക്വൽ ആർ ഒമേഗ ഈസ് ദ കണ്ടീഷൻ ഫോർ പിയർ റോളിംഗ്. പിയർ റോളിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങളോട് ഒരാൾ ചോദിക്കേണ്ടത് വാട്ട് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ്? ഇറ്റ് ഈസ് 0. ഓക്കെ. അപ്പോൾ വൺസ് പിയർ റോളിംഗ് സ്റ്റാർട്ട് ചെയ്താൽ, ഒരുപക്ഷെ പിയർ റോളിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഹെൽപ്പ് വേണം. ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം, പിയർ റോളിംഗ് നടക്കുന്ന സമയത്ത് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ വെലോസിറ്റി 0 ആവുന്നത് കൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് 0 ആണ്. ഓക്കെ. പക്ഷേ ഇവിടെ VCM ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ വന്നു. VCM ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ വന്നാൽ എന്താ സംഭവിക്കുക? ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബോർഡർ മോഷൻ്റെ അതേ ഡയറക്ഷൻ ആണല്ലോ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടേക്ക് ആക്ട് ചെയ്യും? ബാക്കിലോട്ട് ആക്ട് ചെയ്യുമല്ലോ. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ബോർഡർ മോഷനെ ഓപ്പോസ് ചെയ്യുകയും അല്പസമയത്തിനകത്ത് ബോഡി സ്കിഡിങ് സ്റ്റോപ്പിലോട്ട് വരികയും ചെയ്യും. സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, നോക്കൂ, അതിൻ്റെ റീസൺ ഇതാണ്. VCM ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ, വീൽ സ്ലിപ്സ് ഫോർവേഡ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. VCM ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ വന്നാൽ എവിടേക്ക് സ്ലിപ്പ് ചെയ്യുന്നു? ഫോർവേഡ് ഡയറക്ഷനിൽ വീല് സ്ലിപ്പാവുന്നു. ദിസ് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കേഴ്സ് വെൻ യു അപ്ലൈ സഡൻ ബ്രേക്സ് ടു ദ കാർ. നിങ്ങൾ കാറിൽ ട്രാവൽ ചെയ്യുന്നു, സഡൻ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ഇതിൻ്റെ റീസൺ നോക്കിക്കോളൂ കേട്ടോ. ദ കാർ സ്റ്റോപ്സ് ആഫ്റ്റർ എ ലോങ് ഡിസ്റ്റൻസ് ബട്ട് ദ വീൽസ് റൊട്ടേറ്റ് ഓൺലി എ ലിറ്റിൽ ഡ്യൂറിങ് ദ പീരീഡ്. അപ്പോൾ വീല് കവർ ചെയ്യുന്ന എന്ത് കുറവ്? വീല് റൊട്ടേറ്റ് ചെയ്യുന്ന ഇത് കുറവ്. VCM കൂടുതൽ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, VCM ആർ ഒമേഗ ഈക്വൽ ആയാൽ മാത്രമേ പിയർ റോളിംഗ് പോസിബിൾ ആയിട്ടുള്ളൂ. പിയർ റോളിംഗ് അണ്ടർ പിയർ റോളിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ വെലോസിറ്റി 0 എടുക്കാൻ പറ്റൂ. എന്നാലേ ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ. ഇവിടെ എന്ത് സംഭവിച്ചു? VCM ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ ആയതുകൊണ്ട് ദ കാറിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർ സ്റ്റോപ്സ് ആഫ്റ്റർ ലോങ് ഡിസ്റ്റൻസ് ബട്ട് ദ വീൽസ് റൊട്ടേറ്റ് ഓൺലി എ ലിറ്റിൽ ഡ്യൂറിങ് ദ പീരീഡ്. ക്ലിയർ ആയോ? അപ്പോൾ കാറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പ്യുർ റോളിംഗ് അല്ല. അതായത് VCM ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ എന്ന് പറയുന്ന കണ്ടീഷനാണ്. എന്ത് ടൈപ്പ് സ്ലിപ്പിംഗാണ് ഉണ്ടാവുക? സ്ലിപ്സ് ഫോർവേഡ്.
സോ VCM greater than r omega is the condition for slips forward. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു വാട്ട് ഹാപ്പൻസ് വെൻ VCM ഈസ് ലെസ് ദാൻ ഒമേഗ ആർ. നോക്കാം. എന്താ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാം പിയർ റോളിംഗ് ആണെന്ന് വിചാരിക്കും. പിയർ റോളിംഗ് ആണെങ്കിൽ ദ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി നമ്മൾ മാർക്ക് ചെയ്യുന്നു. സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി VCM. പിയർ റോളിംഗ് ആണെങ്കിൽ ടോപ്പ് മോസ്റ്റ് പോയിൻറ്റിൻ്റെ വെലോസിറ്റി എത്ര വരണം? 2 VCM വരണം. ലോവസ്റ്റ് പോയിൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ വെലോസിറ്റി 0 വരണം. ഈ പോയിൻറ്റിൻ്റെ വെലോസിറ്റി √2 VCM വരണം. ഈ പോയിൻറ്റിൻ്റെ വെലോസിറ്റിയും √2 VCM വരണം. വേറെ ഏതെങ്കിലും പോയിന്റുകളുടെ വെലോസിറ്റി വേണമെങ്കിൽ ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയുടെയും റൊട്ടേഷണൽ വെലോസിറ്റിയുടെയും റിസൾട്ടൻ്റ് എടുക്കണം. അതിന് നമ്മൾക്ക് അവർ തമ്മിലുള്ള ആംഗിൾ അറിയണം. ഇവിടെ പറഞ്ഞ കണ്ടീഷൻ VCM ലെസ് ദാൻ ഒമേഗ ആർ, അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി കുറവാണ്. അതായത് റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീൽ എന്നാൽ എന്ത് ചെയ്യുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സൈക്കിൾ ഉണ്ട്, അതിൻ്റെ മിഡിൽ സ്റ്റാൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സൈക്കിളിനെ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പെഡൽ സ്പീഡിൽ കറക്കുമ്പോൾ വീല് കറങ്ങുന്നു. പെട്ടെന്ന് നിങ്ങൾ സ്റ്റാൻഡ് അങ്ങ് ഒഴിവാക്കുന്നു, അതായത് ഗ്രൗണ്ടുമായിട്ട് അങ്ങ് ടച്ച് ചെയ്യുന്നു. എന്താ സംഭവിക്കുക? സെയിം തിങ് ഹാപ്പൻസ് വെൻ യു ഡ്രൈവ് എ കാർ ഓൺ എ മഡി റോഡ്. ഓക്കെ, നോക്കൂ, ഇതാ കണ്ടീഷൻ ഇതാണ്. VCM ലെസ് ദാൻ ആർ ഒമേഗയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി നോ ഡൗട്ട് ഇറ്റ് ഈസ് VCM, കാരണം റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. ടോപ്പ് മോസ്റ്റ് പോയിൻറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതും അതെ VCM പ്ലസ് ആർ ഒമേഗ, ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ആഡ് ചെയ്തത്. ഈ പോയിൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഇവിടേക്കും റൊട്ടേഷണൽ വെലോസിറ്റി ഇവിടേക്കും. റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ √ ആര് വരുന്നു? VCM സ്ക്വയർ പ്ലസ് ആർ ഒമേഗ സ്ക്വയർ. കുഴപ്പമില്ലല്ലോ, അത് നിങ്ങൾക്കറിയാം. ലോവസ്റ്റ് പോയിന്റിലോട്ട് വരൂ. VCM ആണ് ചെറുത്, ആർ ഒമേഗ കൂടുതലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആർ ഒമേഗ ഗ്രേറ്റർ ആണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ P എന്ന് പറയുന്ന പോയിന്റിൻ്റെ റിസൾട്ടൻ്റ് വെലോസിറ്റി ബാക്കിലോട്ടാണ് വരിക. ഓക്കെ, P എന്ന് പറയുന്ന പോയിന്റിൻ്റെ വെലോസിറ്റി ബാക്കിലോട്ട് ആണല്ലോ. അതിന് നമുക്ക് വേണമെങ്കിൽ ബാക്ക്വേർഡ് സ്ലിപ്പിംഗ് എന്ന് പറയാം. ഇഫ് VCM ലെസ് ദാൻ ഒമേഗ ആർ, the wheel slips backward. It happens when you drive എന്നാണ് കേട്ടോ, drive the car on a muddy road. റീസൺ നോക്കിക്കോളൂ കേട്ടോ. then the wheels rotate more that of forward motion of the car. കൂടുതലായിട്ട് കറങ്ങുന്നു. അത്രത്തോളം ഡിസ്റ്റൻസ് എവിടേക്ക് പോകുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാൻഡിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു സൈക്കിൾ പെട്ടെന്ന് നിങ്ങൾ സ്റ്റാൻഡ് റിലീസ് ചെയ്യുന്നു, എന്നിട്ട് ആ സൈക്കിളിൻ്റെ വീൽ നമ്മൾ ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്യുന്നു. ആ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒമേഗ ആറിന് വലിയൊരു വാല്യൂ ഉണ്ട്. VCM 0 ആണ്. എന്ത് സംഭവിക്കും? ഉറപ്പായിട്ട് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ വെലോസിറ്റി എന്തല്ല, 0 അല്ല, ഇതാ ഇങ്ങോട്ടാണ്. അപ്പോൾ എന്ത് സംഭവിക്കുക അറിയോ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡിറക്ഷൻ. ഓക്കെ, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാക്കുന്ന ടോർക്കാണ് ബോഡിയെ റിവോൾവ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മടി റോഡിലാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റില്ല, കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല. നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ വീല് കിടന്ന് റിവോൾവ് ചെയ്യും, പക്ഷേ വീല് റിവോൾവ് ചെയ്യുന്നെങ്കിലും വീലിന് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല, കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ ആക്ട് ചെയ്താൽ മാത്രമേ അയാൾക്ക് ഒരു വെലോസിറ്റി ഗെയിൻ ചെയ്ത് കൊടുക്കാൻ ഫ്രിക്ഷണൽ ഫോഴ്സിന് കഴിയൂ. ഇപ്പം മടി റോഡിൽ ഒരു കാറിനെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കുന്നത് ആരാ? കമോൺ. അല്ല, ഒരു റോഡിലൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ടയറുകളെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കുന്നത് ആരാ? ലോസ് ഓഫ് മോഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ കാറ് മുന്നോട്ട് പോകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അതേ ഡയറക്ഷൻ വരാൻ പോസിബിലിറ്റി ഉണ്ടോ? യെസ്. കാരണം ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഈ ബോഡിയെ എന്ത് ചെയ്യിപ്പിക്കുന്നത്? ആക്സലറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, when VCM less than r omega, velocity of point of contact is in the backward direction. Suppose VCMൻ്റെ വാല്യൂ ഇങ്ങോട്ടാണെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഫോർവേഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും.
ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഇയാളുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കും. വെലോസിറ്റി സെൻറ്റർ ഓഫ് മാസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ഒപ്പം ഒമേഗയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യിപ്പിക്കും. ഒമേഗയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യിപ്പിച്ച് ഒരു ഇൻസ്റ്റൻറ്റിൽ എന്ത് സംഭവിക്കും? ഈ വി സി എം ആരോട് ഈക്വൽ ആവും? ആർ ഒമേഗയോട് ഈക്വൽ ആവും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ട്രൈ ചെയ്ത് ഈ വി സി എമ്മിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയും ആർ ഒമേഗയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യിപ്പിക്കുകയും ചെയ്ത് ഒരു സ്റ്റേജിൽ എന്ത് സംഭവിക്കും? വി സി എം ഈസ് ഈക്വൽ ആർ ഒമേഗയോട് ഈക്വൽ ആവും. അപ്പോൾ പിയർ റോളിംഗ് സ്റ്റാർട്ട് ആവും. മനസ്സിലായോ? വൺസ് പിയർ റോളിംഗ് സ്റ്റാർട്ട് ആയാൽ പോയിന്റ് ഓഫ് കോണ്ടാക്ടിൻ്റെ വെലോസിറ്റി എന്തായി മാറും? 0 ആയി മാറും. ദെൻ ആഫ്റ്റർ ദർ ഈസ് നോ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തരട്ടെ, സ്മൂത്ത് സർഫസ് ആയാലും റഫ് സർഫസ് ആയാലും വി സി എം ഈസ് ഈക്വൽ ആർ ഒമേഗ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ബൈ സം മീൻസ് അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ആഫ്റ്റർ ദർ ഈസ് നോ ഫ്രിക്ഷണൽ ഫോഴ്സ്. പക്ഷേ വി സി എം ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ ആണെങ്കിലും വി സി എം ലെസ് ദാൻ ആർ ഒമേഗ ആണെങ്കിലും റിലേറ്റീവ് മോഷൻ എവിടേക്കാണോ അതിനനുസരിച്ച് അവിടെ ആര് സെറ്റ് ചെയ്യപ്പെടും? ഫ്രിക്ഷണൽ ഫോഴ്സ് സെറ്റ് ചെയ്യപ്പെടും. കൈനറ്റിക് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് മോഷൻ വരുമ്പോൾ അവിടെ എന്ത് ആക്ട് ചെയ്യും? കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഇത്രയും കാര്യം മനസ്സിലാക്കി വയ്ക്കുക. വി സി എം ഈസ് ഈക്വൽ ആർ ഒമേഗ ഈസ് ദ കണ്ടീഷൻ ഫോർ പ്യുവർ റോളിംഗ്. വെൻ വി സി എം ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ ഫോർവേഡ് സ്ലിപ്പിംഗ്, വി സി എം ലെസ് ദാൻ ആർ ഒമേഗ ബാക്ക്വേഡ് സ്ലിപ്പിംഗ്. രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക്, ഫോർവേഡ് സ്ലിപ്പിങ്ങിനും ബാക്ക്വേഡ് സ്ലിപ്പിങ്ങിനും നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഈ ഭാഗം നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. ഒപ്പം ഇൻക്ലൈൻഡ് പ്ലെയിനിൽ മൂവ് ചെയ്യുമ്പോഴുള്ള കൈനറ്റിക് എനർജിയെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. മോസ്റ്റ് പ്രോബ്ലി ഒരു എപ്പിസോഡോട് കൂടെ നമ്മുടെ ചാപ്റ്റർ ഫിനിഷ് ആവും. കുറേ ഹോംവർക്കുകൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എല്ലാം ഫിനിഷ് ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോഴേക്കും എല്ലാം തീർന്നിരിക്കണം. എന്നാലേ എനിക്ക് ലാസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് അതിലുള്ള എല്ലാ ഡൗട്ട്സും പറഞ്ഞുതരാൻ കഴിയൂ. താങ്ക് യു ആൾ.